ഫ്രണ്ട്സ്, ഞാൻ അനുരാധ. വെൽക്കം ടു നന്ദോട്ടീസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന 2 കോക്കനട്ട് ഫിൽ സ്വീറ്റ്സ് ആണ്. ആദ്യത്തേത് ദിൽകുഷും, രണ്ടാമത്തേത് എലാഞ്ചിന്റെ റെസിപ്പിയാണ്. ദിൽകുഷിന്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദിൽകുഷിന്റെ റെസിപ്പി കാണാത്തവർ ആ വീഡിയോ മുഴുവനും കാണാൻ മറക്കരുതേ. മലബാർ പാൻകേക്കായ ഇലാഞ്ചി മയ്യത്തപ്പം എന്നും മഞ്ഞ റോളെന്നും ലവ് ലെറ്റേഴ്സ് എന്നും പല പേരിൽ ഇത് ഫേമസ് ആണ്. നമ്മുടെ അമ്മമാർക്ക് ഇത് സ്കൂളിൽ തന്നുവിടാനും ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കി തരാനും എളുപ്പമുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് ട്രഡീഷണൽ ആയിട്ടും മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് അയക്കാൻ മറക്കരുത്. ഇനി നമുക്ക് എലാഞ്ചി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എലാഞ്ചി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അതിന്റെ ബാറ്ററിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പം 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം അരിപ്പൊടി ഉപയോഗിക്കാം. പക്ഷെ അരിപ്പൊടി അത്രയും സോഫ്റ്റ് ആയിരിക്കൂല, റോൾ ചെയ്യാനും കുറച്ച് പാടായിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളാണ്. ഒരു കളർ കിട്ടാൻ മാത്രം മഞ്ഞൾ മതി. 1 മുട്ട, പിന്നെ തേങ്ങാപ്പാൽ വേണം. 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിന് പകരം വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റിയർ ആയിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഇത് തേങ്ങാപ്പാൽ വെച്ചുണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ അതിന്റെ ഫില്ലിങ്സിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 2 കപ്പ് തേങ്ങ വേണം. പിന്നെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചാര വേണം. മധുരം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള നെയ്യും വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഹീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള അത്ര നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ നെയ്യ് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കാഷ്യൂ നട്ട്സ് ഒന്ന് ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഇപ്പം 2 കപ്പ് കോക്കനട്ട് ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ പൊടിച്ച പഞ്ചാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചാര ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂ നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് മൂപ്പിച്ചെടുക്കാം. കാരണം മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ തേങ്ങ കരിഞ്ഞു പോവും. ഇതൊരു 30 സെക്കൻഡ്സ് വരെ മൂപ്പിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു ബ്ലെൻഡർ ജാർ എടുക്കാം. അതിലോട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ മാത്രം മഞ്ഞൾപ്പൊടി മതി. ഇനി അതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം മൈദ ചേർക്കാത്തത് കാരണം ആദ്യം മൈദ ചേർത്ത് അത് ഒട്ടിപ്പിടിക്കും. ഇനി ഞാൻ ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. ഇത് ദോശ ഇഡ്ഡലി ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ തിന്നായിട്ട് വേണം ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ. ഇനി ഇത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ആദ്യം ദോശ ചൂടാൻ വേണ്ടി പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇനി
നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ ദോശയും ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടോടെ റോൾ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദോശയായിട്ട് ചുട്ടിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് അപ്പം തന്നെ റോൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോക്കനട്ട് ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യാം. നമുക്കിതേപോലെ ബാക്കിയുള്ളതും കൂടെ റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ 3 റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് റോൾ ചെയ്യാം. ഇത് വെച്ച് നിങ്ങൾക്ക് ടോട്ടൽ 6 എലാഞ്ചിയാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ എലാഞ്ചി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻസ് അയക്കാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല ഡിഷായിട്ട് കാണാം. സോ ദിസ് ഈസ് സൈനിങ് ഓഫ്. ബൈ.